കിട്ടി. പിന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ തീറ്റ കുറഞ്ഞാണ്ടാ. തീറ്റ കുറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് വറ്റലുമായി. അതിൻ്റെ അർത്ഥമാണ് തീറ്റ കുറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ നീറ്റിൽ നിൽക്കുകയാണെങ്കിലും അങ്ങോട്ട് കയറ്റി നിർത്തി തറയൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ സൈഡ് കാര്യങ്ങളെല്ലാം വൃത്തിയാക്കിയിടാം. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിലേക്ക് കയറ്റി നിർത്തി ആ സൈഡ് വൃത്തിയാക്കിയിടാം. പിന്നെ വെള്ളം കൊടുത്ത് താണിച്ച് അതിന് വെള്ളം കുടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇരിക്കാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഇരുത്താം, ഇരുത്തി കഴുകാം, ഒരു പ്രശ്നമില്ല. അത് നമ്മൾ ആനക്കാരായിട്ട് ചെല്ലരുത് കേട്ടോ. നമ്മൾ ആനക്കാരനാണ് ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് കുന്തം വടി റോപ്പൊക്കെ എടുത്തിട്ട് ചെന്നാൽ ഊരറിയും. നമ്മളല്ലാതെ അപ്പൊ നന്ദപ്പൻ മറ്റേ നന്ദപ്പനിൽ നിന്ന് ഭാർഗവനിലേക്ക് വരുമ്പോൾ രൂപമാറ്റം വരും. അല്ലാതെ അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും. ഒലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ ഒലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഇത് കണ്ട, ഇതാണ് ഈ ഒലിവ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ഇവിടെ നിന്നാണ് ഇത് പൊട്ടി ഒലിച്ച് വരുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട് കണ്ണീക്കട ഒലിക്കും, ചെവിക്കട ഒലിക്കും. അങ്ങനെയല്ല കേട്ടോ, ഇതാണ് ആനയുടെ ഒലിവ് ഒലിക്കുന്നത്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മന്ദതയുടെ സമയമാണ്. പിന്നെ നമ്മളോട് ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യേണ്ട സമയമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, പുള്ളി നമ്മളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഡീലിങ്സ് ഇഷ്ടമായതുകൊണ്ടാണോ പുള്ളി നമ്മളോട് വേറെ പ്രത്യേകിച്ച് ചാർജിങ് കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടില്ല. അപ്പം നമുക്ക് നാളത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഈ സൈഡ് നല്ല നല്ല തീറാൻ ഒലിവാ. ഈ സൈഡ് താടമുട്ടി ഒലിവ്. നമ്മളോടാണെങ്കിലും അങ്ങനെ ചാർജിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ശരീരം ഒന്നും അധികം പൊട്ടിയിട്ടില്ല. കാരണം നീരിലൊക്കെ അത്രയും രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. തന്നെ ഒരു നീര് കിട്ടിയണത്ത് അറിയാണ് ഈ കാണുന്നത്. ആൾക്കാർ കുറ്റം പറയുന്ന ആൾക്കാർ ഇതും കൂടിയൊക്കെ ഒന്ന് കാണണ്ടേ.